യുവജനങ്ങളെ, നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുവാനായി, ആ ഒരു ഉദ്ദേശം നിങ്ങളുടെ മേൽ നൽകുവാനായി ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഹോപ്പ് TV ഒരു പ്രോഗ്രാം നിങ്ങൾക്കായി ഒരുക്കുകയാണ്. ദൈവിക പദ്ധതി യുവജനങ്ങൾക്ക് വേണ്ടി. ഈ പ്രോഗ്രാം നിങ്ങളേവരും മറക്കാതെ കാണുക. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഗോഡ്സ് പ്ലാൻ ഫോർ യൂത്ത്, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചർച്ചയിലേക്ക്, ഈ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആറ്റിറ്റ്യൂഡ്. എന്തായിരിക്കണം നമ്മുടെ ചിന്താഗതി? ആ വിഷയത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ഡോക്ടർ അനുരാധ സുനിൽ. 26 വർഷങ്ങളായി ഒരു ഡെന്റൽ സർജനായിട്ട് സേവനം ചെയ്യുന്നു. പ്രിയമാന്യ വ്യക്തി, നമ്മുടെ ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗോഡ്സ് പ്ലാൻ ഫോർ യൂത്ത് എന്ന ഈ പ്രോഗ്രാമിൽ നാം ഇന്ന് ഈ ദിവസം നാം ചെയ്യുവാൻ പോകുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. വൈ ആറ്റിറ്റ്യൂഡ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ എവറി യൂത്ത് ടുഡേ? What kind of attitude we need to have? When we wake up in the morning, what do we think? Do we think, oh my goodness, it's another day, I have to get up, I have to move out, I have to work. Oh, do we think like that? Or do we think... Then the whole day is gone. Yeah. Or do we think, oh, today's a new day. Thank you, Lord, for a new day. What do I have to do today? Yes, I need to do this. I have to do this, and after that I have to do this. I have got so much, I have a lot to do. Let me get started now. You know? The attitude. So, you see the difference? Sameebanam. The perspective of what am I going to do today. You know? So, attitude is the shall we say, the feeling or the character in a human being. Okay. That decides his altitude. Altitude. Altitude is height, Okay. where he can reach. And attitude determines altitude. Okay. If you start, like, I think you've heard of this, well begun is half done. How do you begin well? By training your mind, by focusing your mind. Yes, looking at it with a energy, with positivity, with enthusiasm, with eagerness, and with desire to get started and to finish. അപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുക, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നന്നായിട്ട് നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ if your attitude is not right, Yes. then you will not succeed. No. You will not. You will not only not succeed, you will drag other people down. You will make a mess of everything. You see, a person with a positive attitude, you can spot him. You know, the minute he enters your room, he radiates energy. He illuminates. He radiates positivity. He illuminates the room. You know, there are some people like that, and he makes everybody enthusiastic, everybody happy and willing to work. You know, Okay. he enthuses the whole group. And when he leaves the room, it's as if something is missing. You know? I have met one girl a few years ago. ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്, കൊച്ചിയിൽ. അപ്പോൾ കൊച്ചിയിൽ ഒരിക്കലും ഒരു സ്റ്റുഡിയോ, ഇവിടെ ഈ ഒരു സ്റ്റുഡിയോ പോലെ ഒരു സ്റ്റുഡിയോ, ഒരു ക്രിസ്ത്യൻ സ്റ്റുഡിയോ. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഐ ഹാവ് ടു ഗോ ആൻഡ് വിസിറ്റ് ദ സ്റ്റുഡിയോ. അവിടെ ഞാൻ ആ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് അവിടെ ഒരു വലിയ സ്റ്റുഡിയോ ആണ് കൊച്ചിയിലുണ്ടായിരുന്നത്. അവിടെ പോയി കണ്ടതായ സമയത്ത് അവിടെ ക്യാമറാമാൻസ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. സോ മെനി പീപ്പിൾ ദേ വർക്കിംഗ്. അവിടെ എല്ലാവരോടും ഞാൻ സംസാരിച്ചു, ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് പോയതുകൊണ്ട് താങ്കൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഐ ആം എ ക്യാമറാമാൻ, ഞാനൊരു ക്യാമറ ചലിപ്പിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്.
വീണ്ടും മറ്റൊരു വ്യക്തി പറഞ്ഞു ഞാൻ ഡിസൈൻ ഡയറക്ടർ, ഐ എം എ സെറ്റ് ഡിസൈനർ, ഞാൻ ഈ സെറ്റ് ഡിസൈൻ ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, ഐ ഹാവ് കം ഫ്രം ദിസ് പ്ലേസ് ആൻഡ് ദാറ്റ് പ്ലേസ് ആൻഡ് ഹി വാസ് എക്സ്പ്ലെയിൻ ടു മീ. ഞാൻ ദെൻ ഫൈനലി ഞാനൊരു പെൺകുട്ടിയെ കണ്ടു ആ സ്റ്റുഡിയോയിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു എനർജി, നല്ല മൂഡോട് കൂടിയുള്ള ഒരു കുട്ടിയെ കണ്ടു. ഞാൻ ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം ആൻഡ് വാട്ട് ആർ യു ഹിയർ ഫോർ? ദെൻ ഷീ സെഡ്, I will never forget what she said. She said, I'm here to win souls for Christ. And I'm amazed. I'm thinking, wow, what a statement. She was telling to me, I'm here in the studio, working for the Lord, winning souls for Christ. What is her job? You said she is a? Yeah, she's doing some work, but Okay, she's something. not bothered about what she's doing. But she is saying to me that I'm here working for the Lord, winning souls for Christ. Then after that, I didn't even thought of asking to her What she's doing. She's So exactly. see, that's what I'm saying, yeah. The attitude is something different. അപ്പോൾ അവളുടെ ആ ഒരു സമീപനം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഹാസ് ചേഞ്ച്ഡ് മൈ whole thing. ശരിക്കും I was really blessed by visiting that studio, especially when I was talking to her. അപ്പോൾ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു കുറേ പലരും ജോലി ചെയ്യുന്നതൊക്കെ അവരുടെ ദിവസേനയുള്ള അവരുടെ കാര്യങ്ങൾ നടക്കുവാനായിട്ടൊക്കെ അവർ പലതും ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ ആക്ച്വലി തെറ്റില്ല, അതിൽ തെറ്റില്ല. ബട്ട് ഡൂയിങ് ദാറ്റ് വിത്ത് ദ കറക്റ്റ് ആറ്റിറ്റ്യൂഡ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ശരിക്കും നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡിന്റെ കുറവുണ്ടോ എന്ന് പലപ്പോഴും ഒരു സംശയം തോന്നാറുണ്ട്. കുറേ ആളുകൾ ഉണ്ട്, കുറേ ആൾ I think so. Let them question themselves now after watching this program. Okay. Think of yourself and എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? What is my attitude? എനിക്ക് പഠിക്കാനും മടിയാണോ? എന്തിനാ മടി? ഞാൻ എന്തിനാ പഠിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അവിടെ പോയിട്ട് എൻ്റെ സ്വഭാവം എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം ഈ ഫയലൊക്കെ ക്ലിയർ ചെയ്താൽ പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റുമോ, മാസം കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടും, അതാണ്? Or is it to do a good job, to be diligent, to have integrity, to do the best job that you can do, to put your whole enthusiasm and energy into your work, manage your time well, be punctual? Okay. Is that the attitude I have, or is it just dragging day after day till my next check from my employer ഞാൻ comes? കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കുണ്ടായ മറ്റൊരു അനുഭവം, ഞാൻ കേരളത്തിലുള്ള കോളേജിൽ ഒരു പ്രധാന പ്രശ്നമുള്ളത് ഒരു 200 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ അതിൽ 50 ദിവസവും സ്ട്രൈക്ക് ആയിരിക്കും. Sometimes we feel, why these youngsters are coming to college? They are coming to study or for doing strike? The attitude, something is matters. ചില സമയത്ത് കൂട്ടുകാരൊക്കെ പറയും, എനിക്ക് കോളേജിൽ പോകാൻ താല്പര്യമേ ഇല്ല, കാരണം എന്നും സമരമാണ്. പഠിക്കാനല്ല ഇവരാരും വരുന്നത്, വെറുതെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു, അടികൊള്ളുന്നു, ഓടുന്നു, ചാടുന്നു. ഓക്കെ, ഒരു ബ്രേക്കിന്റെ സമയമായിരിക്കുകയാണ്. നമുക്ക് വേഗത്തിൽ തിരിച്ചു മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ നമുക്ക് ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ നിങ്ങളെ കേൾക്കുവാനായി താല്പര്യത്തോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, രസകരമായ നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ, ഇതൊക്കെയും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നിരന്തരം സന്ദർശിക്കുക. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ കൂട്ടുകാരുമായി നിങ്ങൾ ഇത് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ സാധ്യതയുള്ള ഈ വിവരങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ, ഈ അഭിപ്രായങ്ങൾ, ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ കാണുകയും മറ്റുള്ളവരെ കാണുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലിങ്ക് ചെയ്യുക. ദൈവം നിങ്ങളതിനായി സഹായിക്കട്ടെ. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നാം പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട വിഷയം ആറ്റിറ്റ്യൂഡ്, അതായത് ഒരു വ്യക്തിയുടെ മനോവിചാരം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സമീപനത്തെക്കുറിച്ചാണ്. നമ്മൾ ആരായാലും ദി ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. നമ്മൾ ആരായാലും നമ്മുടെ സമീപനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും യുവജനങ്ങൾ ഇന്ന് ധാരാളം ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള ധാരാളം പേരുന്ന ലോകത്തുണ്ട്. പഠിക്കുവാൻ പണമില്ലാത്ത. എൻ്റെ ജീവിതം, എൻ്റെ അപ്പൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. എൻ്റെ അമ്മ
അതിനുശേഷം കുറച്ച് മരിച്ചുപോയി. ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ പഠിച്ച് MA വരെയും പഠിച്ച് തീർക്കുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ചും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടും ഒക്കെയാണ്. അങ്ങനെ ചെയ്യുന്ന ധാരാളം യങ്സ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. രാവിലെ പകൽ മുഴുവനും പഠിക്കാൻ പോയിട്ട് രാത്രി ദേ വിൽ ഗോ ഫോർ ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കാൻ പോവും, ചായ വിൽക്കാൻ പോവും, റബ്ബർ ടാപ്പിങ്ങിന് പോവും, എന്തെല്ലാം പ്രവർത്തിച്ചാണ്. സോ ആറ്റിറ്റ്യൂഡ് that matters. Yes. So it doesn't matter who you are. No, it doesn't matter. Don't need to be a rich person. In fact, I think rich people have a different kind of attitude. They have an arrogant attitude, they have a superior attitude, they have a lazy attitude, they have an attitude as though things should come to them just like that, without hard work. So it's like that. So no, I think ideally the kind of attitude we should have, first of all, an attitude of thankfulness and gratitude to God. Okay. Whatever situation we are in, rich, poor, in difficulties, financial problems, whatever it is, Lord, whatever it is, I know you have me, I am in the apple of your eye. Okay. Okay? You love me. That is a very good statement. Yes. Yeah. I am still the apple of your eye in whatever state I am in. And I thank you, Lord, for being my father. I know you will never cause me to cry unnecessarily. And if I'm going through this, it is for a certain cause. It is for a reason. Help me to see that. And in spite of all this, help me, Lord, to trust you, to look up to you, and to continue to do my best. ശരിക്കും ഒരു പാട്ടുണ്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയ സോങ് ആണ്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയായിട്ട് എനിക്കൊന്നും വരുത്തുകയില്ല. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. ഇറ്റ് ഷോസ് ദ ട്രസ്റ്റ് ഓഫ് എ പേഴ്സൺ ഇൻ ഗാഡ്. ഏതിലും ഏത് സമയത്തും, ഈവൻ അപ്പോസ്തലനായ പൗലോസിനെ പോലെയും വേദപുസ്തകത്തിലുള്ളതായ പല വ്യക്തികളെയും പോലെയും ഹാവിങ് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ് which is towards God. പൗലോസ് ജയിലിലാവുമ്പോൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. Yes. നല്ല അടിപിടിയായിട്ട് they would put him in jail with all the ചങ്ങലയ്ക്ക് chains. കേട്ട് രക്തം വാർന്നൊലിച്ച് chains ഒക്കെ ആരോരുമില്ലാതെ ജയിലിൽ കിടക്കുന്ന സമയത്തും they have a feeling to sing praises unto the Lord. And actually that converts a jailer and his family. The attitude that is again matters here. നമ്മൾ ശരിക്കും ഏത് പ്രശ്നത്തിൽ നമ്മളായിരുന്നാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ദൈവഹിത പ്രകാരമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ത്രൂ ദാറ്റ് എക്സ്പീരിയൻസ് who knows, yes, some people will come to Christ. Definitely, that is one thing. And even in the secular world, you see people who have with a positive attitude struggled against all the odds. I'd like to bring the story of I don't know, today we have a big company in India. They are into retail marketing, they are into telecommunications, Okay. they are into textiles, they are into so many kinds of businesses, and the name of the company is Reliance. I'm sure many of our young people would be having a Reliance SIM card in their phones. Yes. It is a household name. There was a time, Yes. in ഇന്ത്യയിലെ പൊതുവെ മൊബൈൽ ഫോൺസ് അത്രത്തോളം വ്യാപകമല്ലായിരുന്നതായ സമയത്ത് it was Reliance who introduced 500 rupees mobile Cell phone. phones. Yes, yeah. Look That at that. was the time when everyone went to buy a phone. yeah. Yes, yeah. So the founder, you can say, Dhirubhai Ambani. Yeah, Dhirubhai Ambani. He came to Bombay with 500 rupees in his pocket from Gujarat. Okay. Ahmedabad, I think, probably. So he reached Bombay just with 500 rupees, didn't know what to do, and he started selling lemons. Chernarangi. Yes. He was selling lemons on a cart. Yes. From there, with his attitude and hard work, he has reached, look at where Reliance has reached today. Wow. It's a household name. It is among the top corporates of the country. And Mukesh Ambani, I don't know, he has a multi-storied tower. Yeah. I don't Even know. the helipad. Yes, with including the helipad. He is, I think, one of the richest men in India. And he is among the, I think, 100 most rich people of the world. Okay. He's within the first 100. Look at That was the wealth. from where they have come. It was the attitude of a father. It was the attitude of a father. Of course, the sons' attitudes are different. The sons are just maintaining and managing what the father had made. But it was the father. But it was the father. So that's among the corporates in India. And other than that, I also would like to point out so many sports people, there have been people who have lost a limb, and yet with determination
they have even climbed up to Mount Everest. Okay. Yes. See the attitude. I will not be defeated. I will never give up. I will never give up. There was a girl, Sudha something her name was. She lost her leg. It was amputated in an accident, I think. She went along and got something called a Jaipur foot. She was a dancer. She lost a leg in an accident, went forward, got an artificial limb called the Jaipur foot, which was being made in India, in Jaipur, Okay. by our doctors. You know, they had researched and found a foot. She put that foot, started practicing again, and went on to dance again. Okay. Never say die attitude. I will not be defeated by fate. I will not be overcome. I will Wow, overcome. wow. You know, so that's very important for us to struggle in life. Life will give us so many things, so many situations where we will be depressed. We will be, you know, we will lose heart. But ധാരാളം പ്രശ്നമുണ്ട് ജീവിതത്തിൽ. we will lose heart if we do not തീർച്ചയായും. have the right attitude. അതെ. So we have to come over it and move forward. ശരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഓരോ യുവജനവും ഓരോ യങ്സ്റ്റേഴ്സും ഈ പ്രോഗ്രാം കണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ളതാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് ഒരു മാറ്റത്തിന് വിജയിക്കുവാനുള്ളതായ ഒരു തീക്ഷ്ണത അവരിലില്ലയോ? അല്ലെങ്കിൽ അവരിൽ ഏൽപ്പിച്ചതായ അവരുടെ ജോലി അവർ ചെയ്യുന്നത് ഏത് ആറ്റിറ്റ്യൂഡ് കൂടിയാണ്? അവർ ശരിക്കും ഒരു ദിവസം രാവിലെ വന്നു, രാത്രിയായി, കിടന്നു, ഉറങ്ങി, പല്ല് തേച്ചു, എഴുന്നേറ്റ്, കുളിച്ചു, നടന്നു, പോയി, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ഐ എം ലീവിങ് എ ലൈഫ് which was gifted for me by the Lord. Yes. ആ ജീവിതം live in its fullness. Fullness, The Lord exactly. is with you. Yes. You know, enjoy the work. Whatever your hand finds to do, do it with all your might. Okay. തീർച്ചയായിട്ടും ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ദൈവം നടത്തട്ടെ. ഒരു ചെറിയ ബ്രേക്കിനുള്ള സമയമായിരിക്കുകയാണ് വീണ്ടും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് വേഗത്തിൽ വീണ്ടും ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഈ സമീപനം, ആറ്റിറ്റ്യൂഡ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അനേകരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടു, കറഞ്ഞു കേട്ടു, വളരെ സന്തോഷം. എങ്കിലും ഇപ്രകാരമുള്ള ഒരു റൈറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് യുവജനങ്ങളിൽ ഉണ്ടാകുവാനായി അവരെന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ്, യഥാർത്ഥമായ ശരിയായ ഒരു പോസിറ്റീവ് സമീപനം ഉണ്ടാകുവാനായിട്ട് what they have to do it? Okay. Attitude endana, it is actually, it can be acquired. Okay. You can learn to have a good attitude. There are people, you know, they have negative attitude. Yes. They say, no, I cannot. Yes. I am very poor. Yes. I am from a poor family. I don't know how to study. Oh no, I cannot. I cannot. Oh, I have seen many people. Yes. So, it can be acquired. Having the right attitude can be acquired. First of all, I think they need to find a good mentor who will guide them. Okay? And they need to change their thinking. I think in an earlier episode, I was talking about the mind. The mind is under our control. Okay. We should bring our mind under our control. We should not let ourselves to be controlled by our mind, which gets bombarded by so many things all around and takes in so many things from all around and tries to dominate us. No, we must bring our mind under our control, tell our mind what to think. When our mind starts thinking, it sends these messages to our subconscious. Okay. And our subconscious is the one which helps us to have the right attitude. So, ഈ ശരിയായ ഈ സമീപനത്തിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് നമ്മുടെ ചിന്തകളെ നാം ശരിയായ സമീപനം കൊണ്ട് നിറയ്ക്കുക. in line with the thinking of God. Okay. In line with positivity, in line with success, in line with moving forward, in line for a better life. You know, we need to start thinking, change the way we think. Change the way we think. If you Stop think thinking that, negative things, if you start think thinking that you positive. cannot, then you cannot. Yes. If you think that you can, then You can, exactly. Okay. You are the architect of your own attitude. So you need to train yourself to start thinking positive. Start thinking, I can.
I can, I will, I am doing it. Okay, that should be the magic words. Those are the magic words. You have to keep telling it to yourself so that you say it once, after some time you'll forget because you will go back to your old habit. But again, you need to reinforce it. Keep telling it to yourself often enough, slowly it will become a habit. It will become a habit, it will become a way of life. Your attitude will become your way of life. A positive attitude, an enthusiastic attitude, a moving forward attitude, an attitude of gratitude, a thankful attitude, a hardworking attitude, being enthusiastic and proactive. You will completely change from the old personality you were to the new personality. Just because you have chosen to change the way you think. Okay. Yeah. You will It is never your be choice. the same again. Ah. You will never It be is the your same choice. again. It is your choice. You won't be the same again. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു ആ സമീപനത്തിലും ആ കാഴ്ചപ്പാടിലും പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ നമ്മുടെ രാജ്യത്തെ മുൻപോട്ട് നയിക്കേണ്ടത് ഞങ്ങളാണ്. പിന്നെ ഒരു കാര്യം, ഏതായാലും സ്ഥിതിയിൽ, ഏതായാലും സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു അഭംഗിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെയോ എനിക്ക് ഒരു ലാഭം ഇല്ലാതെ സിറ്റുവേഷൻ മാതിരി തോന്നും. പക്ഷെ അതിൽ നോക്കിയിട്ട് യു നീഡ് ടു ഫൈൻഡ് സംതിങ് ഗുഡ് ഇൻ ദാറ്റ്. ഓൾവേസ് ലുക്ക് ഫോർ ഗുഡ് ഇൻ എനി സിറ്റുവേഷൻ. Instead of being collapsing when something happens, look for good, stay on top of the situation, look at it from top, see how to solve it and move ahead. Don't collapse, don't give up. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ്, ഒന്നിനും തളരാത്ത, ഈ ബൈബിളിൽ പറയുന്നത് പോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുന്ന അവർ വീണു പോകുകയില്ല, അവർ തളർന്നു പോകുകയില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുക. കാരണം കർത്താവായ ദൈവം ഒരിക്കലും തളർന്നില്ല. കർത്താവായ ദൈവം ഒരിക്കലും നിരാശനായില്ല. അദ്ദേഹത്തിന് തളർന്നു പോകേണ്ട എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും he could have go back. Yes. Because the things are different. He was facing a lot of troubles in his life. ആ 33.5 വർഷക്കാലവും നിരവധി പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷെ ഒരിക്കലും he never gave up. മുൻപോട്ട് തന്നെ പോയി, മൂവിങ് ഫോർവേഡ്, മുൻപോട്ട് തന്നെ പോയി ആ ദൗത്യം നിർവഹിക്കുവാനായിട്ട് കർത്താവായ ദൈവത്തിന് സാധിച്ചു. ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ചിന്താഗതി, ആ ഒരു സമീപനം, അത് ശരിക്കും നമ്മുടെ യുവജനങ്ങൾക്ക് വലിയൊരു മാതൃകയാണ്. കാരണം യുവാവായ കർത്താവായ ദൈവത്തിന് അത് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും അതിന് സാധിക്കും. ഒരിക്കലും ഇനി ഈ പ്രോഗ്രാം കാണുന്ന ഒരു യുവാവും ഒരു യുവതിയും ഇതിനുശേഷം ഒരു ഗീവിംഗ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായി ജീവിതത്തോട് വെറുപ്പ് തോന്നി അവര് തെറ്റായ വഴികളിലൂടെ നടക്കുവാനോ തെറ്റായ ചിന്തകളിലേക്ക് പോകുവാനോ, ഇന്ന് ഇപ്രകാരം തെറ്റായ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അപ്പനെയും അമ്മയും വെറുത്ത് നാട് വിട്ടു പോകുന്ന ധാരാളം പേരുണ്ട്. They leave their own country, own parents, they will go far away from them, they will be wanderers. അവര് ആ ഒരു ചിന്താഗതി, ആ ഒരു റോങ് ആറ്റിറ്റ്യൂഡിന്റെ അനന്തര ഫലം, ലൈക്ക് എ പ്രോഡിഗൽ സൺ. ദൈവം അവനെല്ലാം വാങ്ങിച്ച്, അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. സ്വന്തം ധാരാളം സമ്പത്ത് ഉണ്ടാക്കുവാനായിട്ട് അപ്പനെയും അമ്മയെയും എഴുതി മേടിച്ച് പോവുക, പിന്നീട് ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ച് മടങ്ങി വരിക. ഈ തെറ്റായ സമീപനങ്ങൾ നമ്മുടെ യുവജനങ്ങൾ മാറ്റി അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തി മുൻപോട്ട് പോയാൽ they can be a shining stars. തീർച്ചയായിട്ടും ഈ ലോകത്ത് തിളങ്ങുന്ന ജ്യോതിസ്സുകളെ പോലെ പ്രകാശിപ്പാൻ അവർക്ക് സാധിക്കും. They will be successful in their life. They will be satisfied and happy, at peace. അപ്പം അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയ, വളരെ സമാധാനത്തോടു കൂടിയും വളരെ സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു യുവജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മ നമുക്ക് നമ്മുടെ ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കട്ടെ. ഈ പ്രോഗ്രാമിലൂടെ അതിനായിട്ട് നമുക്ക് നമ്മുടെ യുവജനങ്ങളെ അതിനായിട്ട് ഉത്തേജിപ്പിക്കാം, അതിനായിട്ട് നമുക്ക് അവരെ സഹായിക്കാം. വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് വളരെ നന്ദി. ദൈവം ധാരാളമായിട്ട് വീണ്ടും അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരുപക്ഷെ നിങ്ങൾ ഇപ്രകാരം തെറ്റായ സമീപനത്താൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ആ സമീപനം മാറ്റി കർത്താവായ ദൈവത്തിൻ്റെ മാതൃകയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ശരിയായ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നാം ഈ ലോകത്തെ നേരിട്ടാൽ നമുക്ക് ഈ ലോകത്തെ തീർച്ചയായും വിജയിക്കുവാൻ സാധിക്കും. ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നിങ്ങൾ നെയ്തെടുക്കുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.